ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. നമ്മളിന്നും പോകുന്നത് ഒരു പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. ചിത്രത്തിൻ്റെ പേര് ദ ഫയർ ഇൻസൈഡ് എന്നാണ്. ചിത്രത്തിൻ്റെ ഒരു പ്ലോട്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലരേസ ഷീൽഡ്സ് എന്ന് പറയുന്ന US വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ പോയി ബോക്സിങ്ങിൽ ഗോൾഡ് മെഡൽ നേടിയ അത്ലറ്റിൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നൊരു പ്ലോട്ട് ലൈൻ ആണെങ്കിലും കുറേ ലെയേഴ്സുള്ള, കുറേ നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങളുള്ള ഒരു സിനിമയാണ് ദ ഫയർ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഷിഗണിലെ ഫ്ലിൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്ലിൻറ്റ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഒരുപാട് പേര് അങ്ങനെ കേട്ടിരിക്കാൻ വഴിയില്ല. ആ സ്ഥലത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കാര്യം കുറേ നാൾ മുമ്പ് ഒരു 2010-2012 ടൈം ഫ്രെയിമിൽ അവിടുത്തെ പൈപ്പ് ലൈൻ വെള്ളം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പൈപ്പിൽ നിന്ന് ലെഡ് ലീക്കായി വെള്ളത്തിൽ മിക്സ് ചെയ്യുകയും അങ്ങനെ അവിടെയുള്ള പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്ത ഒരു വലിയ ദുരനുഭവം അവിടുത്തെ ആൾക്കാർക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് വർഷങ്ങളോളം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ലോ ഇൻകം കമ്മ്യൂണിറ്റി, അതായത് ഈ ശമ്പളം അല്ലെങ്കിൽ വരുമാനം കുറവുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ ദുരിതപൂർണമായ ആൾക്കാരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഫ്ലിൻറ്റ് എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിന്നും ശരിക്കും വിശപ്പ് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും വരുന്ന ഒരു കുട്ടിയായ ക്ലരേസ ഷീൽഡ്സ്. പുള്ളിക്കാരിക്ക് റേജ് മാത്രമാണ് കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ പുള്ളിക്കാരുടെ അമ്മ പുള്ളിക്കാരി അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഈ എന്തെങ്കിലും ഒരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും അത്ര ഈസിയല്ല. പിന്നെ അതുകൂടാതെ ചൈൽഡ് അബ്യൂസും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ സിറ്റുവേഷനിൽ നിന്നും വരുമ്പോൾ പുള്ളിക്കാരിക്ക് ആകെയുള്ള റേജ് മാത്രമാണ്. അങ്ങനെ സ്കൂൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബോക്സിംഗ് ക്ലബ്ബിൽ പോവുകയും ബോക്സിംഗ് കാണുകയും ചെയ്യുന്നു. ക്രമേണ പുള്ളിക്കാരിക്ക് ബോക്സിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് വരുന്നു. അപ്പോൾ ജെയ്സൺ ക്രച്ച്ഫീൽഡാണ് അവിടുത്തെ കോച്ച്. ഇതെല്ലാം ശരിക്കും ഉള്ള പേരുകളാണ്. ക്ലരേസ ഷീൽഡ്സ് ആയാലും ജേസൺ ക്രച്ച്ഫീൽഡ് ആയാലും ഇതെല്ലാം ശരിക്കുള്ള പേരുകളാണ്. അപ്പോൾ ജേസൺ ക്രച്ച്ഫീൽഡിൻ്റെ അടുത്ത് ബോക്സിംഗ് പഠിക്കാൻ പറയുന്നു. ആദ്യമൊക്കെ പുള്ളി പറയുന്നു, നീ ഒരു ലേഡിയാണ്, നിനക്കത് അങ്ങനെ ബോക്സ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ മെൻ മാത്രമാണ് ബോക്സ് ചെയ്യുന്നത്. അങ്ങനെ ശകാരിക്കുന്ന രീതിയിലൊന്നുമല്ല, വളരെ സ്നേഹത്തോടെ പറയുന്നത്. പക്ഷേ അവസാനം പുള്ളിക്കാരിയുടെ ഭയങ്കരമായ ഒരു ആഗ്രഹം കണ്ടിട്ട് ജെയ്സൺ പുള്ളിക്കാരിയെ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് കളിക്കുന്ന എല്ലാ ഫൈറ്റുകളിലും ജയിക്കുന്ന ഒരവസ്ഥയാണ് ക്ലരേസ ഷീൽഡ്സ്, എല്ലാ ഫൈറ്റുകളിലും. അപ്പോൾ വളരെ റോ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിനൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം ഒരു ഒളിമ്പിക്സിന് പോകുന്നു. അപ്പോൾ 17 വയസ്സും മറ്റും ആയിട്ടുള്ളൂ. അവിടെ പോയിട്ട് ആ ഒളിമ്പിക്സിൻ്റെ എതിരാളിയെ ബീറ്റ് ചെയ്യുന്നു, സ്വർണം നേടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും സ്വർണം നേടുമ്പോൾ, സാധാരണ ഇന്ത്യൻ സിനിമകളിലും സ്വർണം നേടുമ്പോഴാണല്ലോ കഥ തീരുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. സ്വർണം നേടുന്ന ഹാഫ് വരെ ആവത്തുള്ളൂ. ആ സ്വർണം നേടി കഴിഞ്ഞിട്ടും പുള്ളിക്കാരുടെ ഉദ്ദേശം ഒളിമ്പിക്സിൽ പോവുക, സ്വർണം നേടുക എന്നുള്ളതിനുപരി 2 സഹോദരങ്ങളും കൂടെ ഉണ്ട് ഈ ക്ലരേസ ഷീൽഡ്സിന്. അപ്പോൾ അവർക്കും ഒരു നല്ല വീടും നല്ല ഭക്ഷണവും നല്ല ജീവസൗകര്യങ്ങളും അവർക്കും കൂടെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. സ്പോൺസർഷിപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ സ്പോൺസർഷിപ്പൊന്നും വരുന്നില്ല, ഒരു രക്ഷയില്ല. അവസാനം പുള്ളിക്കാരി ഈ ഒരു നിവൃത്തിയും ഇല്ലാതെ ആ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കൊണ്ട് പണയം വയ്ക്കാനായിട്ട് തീരുമാനിക്കും. പക്ഷേ ആ കടയിലുള്ള ആ പോൺ ഷോപ്പിലെ ആൾ പുള്ളിക്കാരുടെ അമ്മയെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ മകള് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അവസാനം കോളേജിലൊരു സ്കോളർഷിപ്പോടെ കിട്ടുന്നു. ആ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് സ്റ്റൈപ്പൻഡായിട്ടുണ്ട്. അങ്ങനെ സ്റ്റൈപ്പൻഡായിട്ട് കിട്ടി. അങ്ങനെ സ്റ്റൈപ്പൻഡായിട്ട് കയറുമ്പോഴും ക്ലരേസ ഷീൽഡ്സ് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരേ പേയ്മെൻറ്റ് കൊണ്ടുവരണം, അല്ലാതെ ഒരു ആൺ ബോക്സറിന് നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അത് തന്നെ ഒരു ഫീമെയിൽ ബോക്സറിനും നിങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഡിമാൻഡ്സ് വയ്ക്കുന്നു. അതൊക്കെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നു. അപ്പോൾ US യൂണിവേഴ്സിറ്റീസിലെല്ലാം ഈ സ്പോർട്സിൽ വലിയ ടോപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർ സ്കോളർഷിപ്പോടെ കൊണ്ടുപോകും. കാര്യം അവർ കോളേജ് പഠിക്കുക, അവർക്ക് അലുമിനിയായിട്ട് ആൾ വരിക എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാണ് അവർക്ക്. അങ്ങനെ ഈ പുള്ളിക്കാരി പഠിക്കാനായിട്ട് പോകുന്നു. പഠിച്ചു കഴിഞ്ഞ് നല്ല സൗകര്യങ്ങൾ സഹോദരിമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നീടും ഗോൾഡ് മെഡലും ഒക്കെ
ഒളിമ്പിക്സിൽ പോയി നേടുവാണ്. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു വൺലൈൻ. ഞാൻ കഥ മൊത്തം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു കഥയാണ്. ക്ലറേസ ഷീൽഡ്സിൻ്റെ കഥ നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ലെയർ ചെയ്തിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ലെയർ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കറുത്ത വർഗ്ഗക്കാരുടെ ബുദ്ധിമുട്ടുകൾ, ഒരു സമൂഹത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം വളരെ വളരെ നീറ്റായിട്ട് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരാൾക്ക്, ഒരു അത്ലറ്റിന് പൊങ്ങി വരണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട് ഇടണം എന്നുള്ളതെല്ലാം വളരെ നീറ്റായിട്ട് ഈ പടത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. റേച്ചൽ മോറിസണാണ് ഇതിൻ്റെ ഡയറക്ടർ. ക്ലറേസ ഷീൽഡ്സിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത് റയാൻ ഡെസ്റ്റിനിയാണ്. അതുപോലെ തന്നെ കോച്ചായിട്ട് ജേസൺ ക്രച്ച്ഫീൽഡിൻ്റെ റോൾ പ്ലേ ചെയ്യുന്ന ഹെൻറി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അങ്ങനെ നല്ല പെർഫോമൻസാണ് ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ, സിനിമാറ്റോഗ്രാഫി ആയാലും കളർ ഗ്രേഡിങ് ആയാലും നമ്മുടെ കഥയ്ക്ക് വളരെ അനുയോജ്യമായ രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫയർ ഇൻസൈഡ്. നാട്ടിൽ ഫയർ ഇൻസൈഡ് റിലീസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നത് ഉടനെ വരുന്നത് നെറ്റ്ഫ്ലിക്സിൽ അല്ലെങ്കിൽ ആമസോണിലായിരിക്കും. ആമസോൺ ആവാനാണെന്നൊന്നും ചാൻസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുക. ഒരു നൈസ് ഗുഡ് വാച്ചാണ്, ഒരു മോട്ടിവേഷണൽ മൂവിയാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.